നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓഫീസിലെ ഒരു കാര്യം ആലോചിക്കായിരുന്നു. നമുക്കൊരു കുഞ്ഞുണ്ടാവുന്ന കാര്യം എങ്ങനെയാ സച്ചേട്ടാ ഓഫീസിലെ കാര്യമാവുന്നേ? ഡോക്ടർ പറഞ്ഞ കാര്യത്തെ പറ്റി ആലോചിക്കായിരുന്നു സച്ചേട്ടൻ. എനിക്കറിയാം, അത് തന്നെയായിരുന്നു. കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് ആരെ അറിയിക്കാതെ അർച്ചന പ്രസവിച്ച കുഞ്ഞായി തന്നെ നിങ്ങൾക്കിവിടെ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കാനും പറ്റും. അതിന് നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ. അഡോപ്ഷനെ കുറിച്ച് അർച്ചനയോട് പറയുമ്പോൾ എല്ലാം തുറന്നു പറയേണ്ടി വരില്ല ഡോക്ടർ? അപ്പൊ പിന്നെ ഈ ചെയ്തെല്ലാം വെറുതെ ആവില്ലേ? അതിനെക്കുറിച്ച് ഓർത്ത് സച്ചി വിഷമിക്കണ്ട. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും അമല മാഡം ചെയ്തോളൂ. സച്ചി നല്ലോണം ആലോചിക്കേ, എന്നിട്ട് പറഞ്ഞാൽ മതി. ഞാൻ അർച്ചനയുമായി ഒന്ന് സംസാരിക്കട്ടെ ഡോക്ടർ? അതിനുശേഷം ഞാൻ വിളിക്കാം. ശരി. ഈശ്വര, എന്നോട് ക്ഷമിക്കണം. എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം സച്ചിയുടെയും അർച്ചനയുടെയും ട്രീറ്റ്മെന്റ് അല്ല, എന്നെ വിധവയാക്കിയവനെ തീർക്കലാണ്. അതിനുവേണ്ടി ഞാൻ ഇവരെ ഒഴിവാക്കുന്നത്. സേതുമാധവന്റെ മരുമകനായി എന്നെ നെല്ലിശ്ശേരിയിൽ പാർപ്പിക്കാൻ സ്നേഹയ്ക്കേ കഴിയൂ. അവന്തികയ്ക്ക് അതിന് കഴിയില്ല. നീ എവിടേക്കാ? ഞാനിന്ന് പുറത്തു പോവാ. ഇവിടെ ഇരുന്നിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. ഞാനൊന്ന് പുറത്തു പോയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് പാർക്കിലൊക്കെ പോയി തിരിച്ചു വരാച്ച. സന്ധ്യയ്ക്ക് മുമ്പേ എത്തണം. ശരി അച്ഛാ. ശരി. ചെയ്തതാണെന്ന് ആരെ അറിയിക്കാതെ അർച്ചന പ്രസവിച്ച കുഞ്ഞായി തന്നെ നിങ്ങൾക്കിവിടെ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കാനും പറ്റും. അതിന് നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ. സച്ചേട്ടൻ എന്താ ഇങ്ങനെ അതിഭീകരമായിട്ട് ആലോചിക്കുന്നത്? അല്ല, ഞാൻ വെറുതെ ഭീകരമായ ആലോചനയൊന്നുമല്ല. അത് കള്ളം. പരിസരം മറന്ന് ആലോചിക്കായിരുന്നു സച്ചേട്ടൻ. അതല്ലേ വീട്ടിലേക്ക് തിരിയാനുള്ള റോഡ് തിരിയാതെ നമ്മളിപ്പോ ഈ വഴി പോകുന്നത്? കണ്ടോ, ഞാൻ പറഞ്ഞപ്പോഴാ സച്ചേട്ടൻ അതിനെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ. എന്തായാലും ഇനി ചുറ്റിയ വീട്ടിലെത്താൻ പറ്റും. അപ്പൊ സച്ചേട്ടൻ ആലോചിച്ചിരുന്ന കാര്യം പറ. ഞാൻ പറഞ്ഞില്ലേ, മറ്റൊന്നുമല്ല. ഓഫീസിലെ ഒരു കാര്യം ആലോചിക്കായിരുന്നു. നമുക്കൊരു കുഞ്ഞുണ്ടാവുന്ന കാര്യം എങ്ങനെയാ സച്ചേട്ടാ ഓഫീസിലെ കാര്യമാവുന്നേ? ഡോക്ടർ പറഞ്ഞ കാര്യത്തെ പറ്റി ആലോചിക്കായിരുന്നു സച്ചേട്ടൻ. എനിക്കറിയാം, അത് തന്നെയായിരുന്നു. എന്നെ മാറ്റി നിർത്തിയിട്ട് ഡോക്ടർ എന്താ സച്ചേട്ടനോട് പറഞ്ഞേ? തന്നോട് പറയേണ്ടാത്ത കാര്യമായതുകൊണ്ടല്ലേ തന്നെ മാറ്റി നിർത്തി പറഞ്ഞത്. സച്ചേട്ടന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണോ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മനസ്സിലായതാ. ട്രീറ്റ്മെന്റ് നടത്തിയ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും തന്നെയല്ലേ ഡോക്ടർ ഇപ്പോഴും പറയുന്നത്? അതിന് മാറ്റമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? അതിന് മാറ്റമൊന്നും പറഞ്ഞില്ല. ട്രീറ്റ്മെന്റ് നടത്തിയ ഉറപ്പ് പറഞ്ഞു. പക്ഷേ അതിന് നമ്മൾ 2-3 വർഷം കാത്തിരിക്കേണ്ടി വരും. 3 വർഷം?
ഇനിയും അത്രയും താമസിക്കോ സച്ചേട്ടാ? ഇത് നമുക്ക് ഈശ്വരൻ തരുന്ന മാത്രമല്ലല്ലോ അർച്ചന, നമ്മളിത് ഈശ്വരൻ്റെ നിന്ന് പിടിച്ചു വാങ്ങുന്നതല്ലേ. അപ്പോ കുറച്ച് സമയമെടുക്കും. എങ്കിലും ഇനി 3 വർഷം കഴിയുമെന്നൊക്കെ പറയുന്നത് അത് വല്ലാത്തൊരു കാലാവധിയായി പോയി. എനിക്കിത് കേട്ട വിഷമാവുന്ന ഡോക്ടർക്ക് അറിയാം. അതാ ഡോക്ടർ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞത്. എന്ത് കഷ്ടാണോ എന്തോ. അല്ല, ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് അത്രയും വർഷം കാത്തിരിക്കണം? ഡോക്ടർ ഉറപ്പ് പറഞ്ഞെങ്കിലും 3 വർഷത്തോളമൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇനിയും നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വരാൻ നമ്മളായിട്ട് വൈകിപ്പിക്കണം. കാത്തിരിക്കല്ലാതെ എന്ത് നിവൃത്തിയാ നമുക്ക് മുന്നിലുള്ളത്? നമുക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു. നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു വന്നാൽ നമ്മുടെ ജീവിത രീതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. സന്ദീപിന്റെ മോളുടെ കാര്യം തന്നെ കണ്ടില്ലേ? ആ കുഞ്ഞു കാരണം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ഇതും അതുപോലെ തന്നെ ഉള്ളൂ. ഇത് സന്ധ്യ ഡോക്ടർ പറഞ്ഞിട്ട് ചോദിച്ചൊന്നുമല്ല കേട്ടോ, എനിക്ക് തന്നെ തോന്നിയതാ. സന്ധ്യ ഡോക്ടർ ചോദിച്ചല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു തവണ ഡോക്ടർ എന്നോട് സൂചിപ്പിച്ചിരുന്നു ഈ കാര്യം. അന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞ അതേ മറുപടി തന്നെ സച്ചിനോട് ഞാൻ പറയാം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല. ആതിരയുടെ മോളെ സ്നേഹിക്കുന്ന അത്രയും പോലും എനിക്ക് ചിലപ്പോ അതിനെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്രൂരതയായി പോവത്. സച്ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ആ കുഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയെന്ന്. അതിനേക്കാളും മാറ്റങ്ങൾ വരും നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ കാത്തിരിപ്പിന്റെ കാര്യം നിരാശയോടെ പറഞ്ഞപ്പോ സച്ചിനുണ്ടായ തോന്നലോ അതെങ്കിൽ ഇനി സച്ചിനത് ഓർക്കണ്ട, എന്നോട് പറയുകയും വേണ്ട. 3 4 എത്ര കൊല്ലം വേണമെങ്കിലും അർച്ചന കാത്തിരുന്നോളാം. അർച്ചനയ്ക്ക് സച്ചിയുടെ കുഞ്ഞിനെ പ്രസവിച്ചാൽ മതി. ഞാൻ വയറ്റിൽ ചുമന്നും വേദന അറിഞ്ഞു മാത്രമേ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരാവൂ. സച്ചിയുടെ വണ്ടി ഒന്ന് നിർത്തിയേ. വണ്ടി നിർത്ത്. സ്നേഹയല്ലേ അത്? ആ അതെ, സ്നേഹം തന്നെയാ. അവളെന്താ ഇവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.